പെരുന്നാളിനിടയിൽ ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും പ്രകൃതിവാത കേന്ദ്രങ്ങളിലും ഇറാൻ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു. 20 ദിവസത്തെ ആക്രമണത്തിൽ ഇറാന്റെ ആണവശേഷിയും ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനവും ഇല്ലാതായിപ്പോയെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നത്. കുറച്ച് ദിവസങ്ങളെ അദ്ദേഹത്തിന് കാണാനില്ലായിരുന്നു, എന്നാൽ വീണ്ടും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ഈ അവസരത്തിൽ PP ജെയിംസ് കൂടി ചേരുന്നു. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിലെ ഹായ് PP ജെയിംസ് വരുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചോളണം, അദ്ദേഹം ആദ്യം വന്ന് പറഞ്ഞത് ഞാൻ ജീവനോടെ ഇരിക്കുന്നുവെന്ന്. ബെഞ്ചമിൻ നെതന്യാഹു പെരുന്നാളിന്റെ ആശംസകൾ. ഈദ് മുബാറക്. ഈദ് മുബാറക്. വലിയ സങ്കടകരമാണ് കാര്യങ്ങൾ. കാരണം ഈദ് മുബാറക് പറഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഈ ബോംബുകളും മിസൈലുകളും ഡ്രോണുകളും വന്ന് വീഴുക എന്ന് പറയുന്നത് അത് ജനവാസ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പോലും നമ്മളെ ടെററൈസ് ചെയ്യുന്നതാണ്. ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ ഒരു വലിയ അഭയകേന്ദ്രമാണ്, വലിയ തണലാണ്. ആ തണൽ മരത്തിന് മേലെയാണ് ബോംബുകൾ വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഒരു ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ, ഒപ്പം തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ഗൾഫ് രാജ്യങ്ങൾ, അത് സൗദി, UAE, ഖത്തർ, അതുപോലെ തന്നെ കുവൈറ്റ് അടക്കമുള്ള, ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേലാണ് വലിയ രീതിയിലുള്ള ആക്രമണം. അത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് പ്രകൃതിവാതക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പെട്രോളിയം റിഫൈനറീസിന് നേരെയാണ്, ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേൽ അയൺ ഡോമുകൾ വെച്ചൊന്നും തടയാൻ പറ്റാത്ത വിധം ഇസ്രായേലിൻ്റെ പ്രധാന പുണ്യനഗരമായിട്ടുള്ള ജെറൂസലേമിൽ, ഹൈഫ തീര നഗരത്തിൽ, ഒപ്പം തന്നെ ടെല്ലവീവിലൊക്കെ ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം നടക്കുന്നു. ഇതിൻ്റെ ഏതാണ്ട് 10 ഇരട്ടിയായിട്ടാണ് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും കൂടി ആക്രമണം നടത്തുന്നത്. ടെഹ്റാനിലെ സർക്കാർ കേന്ദ്രങ്ങൾ, ഭരണകൂടത്തിൻ്റെ ആസ്ഥാനങ്ങളൊക്കെ തകർത്തു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. എന്ന് മാത്രമല്ല, എസ്കേൻ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശരിക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, ഞാൻ കൊല്ലപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്, ഞാൻ ഇതാ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം പുള്ളി എവിടെയൊക്കെയോ ആക്രമണം ഭയന്ന് ബങ്കറിൽ അവിടെ ഒളിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വന്നപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്. യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡ്രോൺ ആസ്ഥാനങ്ങളൊക്കെ ഞങ്ങൾ തകർത്ത് കളഞ്ഞു, ആണവശേഷി ഇല്ലാതായി, ഇനി മുന്നോട്ട് പോകാൻ ഇറാന് കഴിയില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷെ നെതന്യാഹു അവിടെ പറയുമ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും തുരുതുര ബാലിസ്റ്റിക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ഇവൻ ഹൈപ്പർസോണിക് മിസൈലുകളും വീഴുന്നുവെന്നാണ് റിപ്പോർട്ടുള്ളത്. എന്തായാലും അദ്ദേഹം പറയുന്നു, ട്രംപുമായിട്ട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഇസ്രായേലാണ് അമേരിക്കയെ പിടിച്ചിറക്കിയത് എന്ന വാദത്തെ നെതന്യാഹു തള്ളി. ഞാനൊക്കെ പറഞ്ഞ കേൾക്കുന്ന ആളാണോ അമേരിക്കയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇതുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും SKN കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ തന്നെയാണ്. പേടിപ്പിക്കാൻ പറയുന്നതല്ല. ആകെയുള്ള ആശ്വാസം ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇറാൻ വലിയ വാശിയിലാണ്, പക്ഷേ ഇറാന്റെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ലെബനോനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ലെബനോനിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബെയ്റൂട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇറാഖിൽ ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘം അമേരിക്കയുടെ എംബസിക്ക് നേരെ, അമേരിക്കൻ ബേസിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയെന്ന വാർത്തകൾ വരുന്നുണ്ട്. SKN അപ്പോൾ കാര്യങ്ങൾ ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുന്നു. കപ്പലുകൾ പോകാൻ സാധിക്കുന്നില്ല. അവിടെ തുറക്കണമെന്ന് യൂറോപ്യൻ യൂണിയന്റെ 27 രാജ്യങ്ങൾ അടിയന്തര യോഗം ചേർന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ലോകമെമ്പാടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നു SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.